ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർ.കെ ക്ലാസ്സസ്. മക്കളെ, നിങ്ങൾ കൺഫ്യൂഷനിലാണ്. നിങ്ങളെ ഗ്രേഡ് വെച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമോ? അതാണ് നിങ്ങൾ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അല്ലെങ്കിൽ സയൻസ് സ്ട്രീം കിട്ടുമോ, കൊമേഴ്സ് സ്ട്രീം കിട്ടുമോ, ഹ്യൂമാനിറ്റീസ് കിട്ടുമോ? അതൊക്കെ നമ്മൾ പറയാൻ പോവുകയാണ്. നിങ്ങളെ ഗ്രേഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉദ്ദേശിച്ച സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ടോട്ടൽ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, ഇപ്പോൾ സൈറ്റിൽ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് ഓരോ സ്കൂളിൻ്റെയും. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടുമോ എന്ന് പറയാൻ പോവുകയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് +1 അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് ഞങ്ങളുടെ ചാനൽ തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വെയിറ്റേജ് ആണ്. നിങ്ങൾ വെയിറ്റേജ് അറിഞ്ഞാൽ മാത്രമേ ബാക്കി നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് അനുസരിച്ച് നിങ്ങൾ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് hscap.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഈ ഇൻ്റർഫേസിൽ ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റിലായിട്ട് നിങ്ങൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കാണാം. ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ എത്താൻ പോകുന്നത് വേറെ ഇൻ്റർഫേസിലേക്കാണ്. കാണുന്നുണ്ടോ? ക്ലിയർ. ഈ ഇൻ്റർഫേസിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ ലാസ്റ്റായിട്ട് വ്യൂ ലാസ്റ്റ് റാങ്ക് ആൻഡ് WGPA എന്ന് കാണാം. വ്യൂ ലാസ്റ്റ് റാങ്ക് ആൻഡ് WGPA അതിൽ പോയി ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഇൻ്റർഫേസിലേക്ക് എത്തി. ക്ലിയർ എന്നല്ലേ? അപ്പോൾ ഈ ഇൻ്റർഫേസിൽ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് നിങ്ങൾക്ക് കാണാം WGPA കാൽക്കുലേറ്റർ എന്നാണ്. WGPA കാൽക്കുലേറ്റർ. ഈ WGPA കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നു. ക്ലിയർ അല്ലേ? ഈ ഇൻ്റർഫേസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ അവരാവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങൾ, നിങ്ങളെ ഗ്രേഡ് അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഗ്രേഡ് പോയിൻ്റ് കിട്ടും. ഗ്രേഡ് പോയിൻ്റ് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഗ്രേഡ് പോയിൻറ്റ് 9 ആണ്. ഗ്രേഡ് പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് 9 ആണ്. നിങ്ങളെ മാർക്ക് വെച്ച് ഇപ്പോൾ ഞാനൊരു കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഗ്രേഡ് പോയിൻറ്റ് എത്രയാണ്? 9 ആണ് കിട്ടിയിരിക്കുന്നത്. A+, എന്നൊക്കെ നമ്മൾ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് ഗ്രേഡ് പോയിൻറ്റ് 9 കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രേഡ് പോയിൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വ്യൂ ലാസ്റ്റ് റാങ്ക് അറിയണം. നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളിലെ ലാസ്റ്റ് റാങ്കും അതിന് കിട്ടിയ ഗ്രേഡ് പോയിൻ്റ് അറിയണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുക, വീണ്ടും നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹോമിലേക്ക് പോകാം. ഹോമിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആൻഡ് WGPA എന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യാം. വ്യൂ ലാസ്റ്റ് റാങ്ക് ലെഫ്റ്റ് സൈഡിൽ ലാസ്റ്റായിട്ട് വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആൻഡ് WGPA അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു ഇൻ്റർഫേസ്, നമ്മൾ ഓൾറെഡി എത്തിയ ഇൻ്റർഫേസിലേക്ക് വീണ്ടും എത്തി. എന്നിട്ട് അവിടെ പോയിട്ട് ഡിസ്ട്രിക്റ്റ്, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് കോഴിക്കോട് ടൈപ്പ് ചെയ്തു. കോഴിക്കോട് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ കോഴിക്കോട് എല്ലാ ഡിസ്ട്രിക്റ്റും വരുന്നുണ്ട്. ഏതാണോ നിങ്ങൾ ഡിസ്ട്രിക്റ്റ് കൊടുത്താൽ എല്ലാ ഡിസ്ട്രിക്റ്റും ആ ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. കോഴിക്കോട് ക്ലിക്ക് ചെയ്തു. ഞാൻ കാറ്റഗറി SC ആണോ, ST ആണോ, OBC ആണോ, OEC ആണോ, ജനറൽ ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഏതാണോ നിങ്ങളെ കാറ്റഗറി അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുക, ജനറൽ എന്നുള്ള ജനറൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ. പിന്നെ സ്കൂൾ, സെലക്ട് എ സ്കൂൾ. അപ്പോൾ ഏത് സ്കൂളിലെ ഡീറ്റെയിൽസ് ആണോ, ഏത് സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് ആണോ നിങ്ങൾക്ക് കാണേണ്ടത്, ആ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഗണപതി സ്കൂളാണ് സെലക്ട് ചെയ്ത്, ഗണപതി സ്കൂൾ സെലക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കൂൾ, നിങ്ങൾക്ക് ഏത് സ്കൂളാണോ അത് വേണ്ട നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കോഴ്സ് കോഡ് ഉണ്ടാവും. ഓരോന്നിനെയും കോഴ്സ് കോഡ് ഉണ്ടാവും. ഇപ്പോൾ എന്ത് ചെയ്യുക, ബയോ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഓരോന്നിനും നിങ്ങൾക്ക് സയൻസ് തന്നെ ആവണമെന്നില്ല, സ്ട്രീം ആവണമെന്നില്ല, ഏത് സ്ട്രീമായാലും നിങ്ങൾ കോഴ്സ് കോഡ് സെലക്ട് ചെയ്ത് കൊടുത്തു അവിടെ. ഓക്കെ, അങ്ങനെ കോഴ്സ് കോഡ് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വ്യൂ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളെ ഗ്രേഡ് പോയിൻ്റ് കിട്ടും. ഇവിടെ ഗ്രേഡ് പോയിൻ്റ് കിട്ടിയിരിക്കുന്നത് 9.3 ആണ്. അതായത് ഗണപതി സ്കൂളിൽ എന്ത് ചെയ്യുക, ബയോ സയൻസിന് ലാസ്റ്റ് എൻ്റർ ചെയ്തിരിക്കുന്നത് 9.3 ഗ്രേഡ് പോയിൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് റാങ്ക് കിട്ടി. ലാസ്റ്റ് റാങ്കിൽ 9.3 ഒരു കുട്ടി കയറിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത ഗ്രേഡ് പോയിൻറ്റ് 9 ആണ്. അപ്പം ഈ വർഷത്തെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 9 ആണ്. കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ ഒരു കുട്ടി എൻ്റർ ചെയ്തത് 9.3 ആണ്. അത് ബയോ സയൻസിന്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, എനിക്ക് കമ്പാരിറ്റീവ്ലി പോസിബിലിറ്റി കുറവാണെന്ന് മനസ്സിലാക്കണം. ക്ലിയർ. അപ്പോൾ കിട്ടൂല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ എന്ത് ചെയ്യുക, ഇതും തമ്മിൽ എന്ത് ചെയ്യുക, 10 to 20% ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. കിട്ടൂല എന്ന് ഉറപ്പിച്ചങ്ങ് പറയുമൊന്നും വേണ്ട. പക്ഷേ എന്തായാലും പോസിബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് മക്കളെ മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ചെക്ക് ചെയ്യുക. പോസിബിലിറ്റി ചെക്ക് ചെയ്തൊരു പോസിബിലിറ്റി മാത്രമാണ്, 100% ഇങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. മക്കൾ ഒരു പോസിബിലിറ്റി ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള എന്ത് ചെയ്യുക, +1 അലോട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അപ് ടു ഡേറ്റ് ആയിട്ട് മക്കൾക്ക് തന്നുകൊണ്ടിരിക്കും. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.